ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ ഇന്ന് ആദ്യമാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മുടെ ഷോപ്പിലാണേലും ഇപ്പം ഇന്നാണ് ഇത് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുവാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പേര് പറയുന്നത് ഇൻഡക്ഷൻ ഹോബ് അഥവാ ഇൻഡക്ഷൻ സ്റ്റൗ എന്നാണ്. ഇങ്ങനെയാണ് ഇത് കാണാനിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വീടുകളിൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റും അതിന്റെ ഒരു എളുപ്പവും ഒക്കെ അറിയാലോ. അപ്പൊ ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ എന്ന് പറയുന്നത് നമുക്ക് 2 സ്റ്റൗ ആണ് ഇവത്തേൽ വരുന്നത്. ഇത് കണ്ടോ, 2 സ്റ്റൗ വരുന്നുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യാൻ അഥവാ ഇൻഡക്ഷൻ ഹോബ് എന്ന് പറയാൻ കാര്യം, ഇത് നമുക്ക് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ പുതിയ വീടുകളൊക്കെ വെക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലേക്കാണല്ലോ സ്റ്റൗ ഇറക്കി വെക്കുന്നത്. അപ്പൊ അതിന് നമുക്കിങ്ങനെ സ്റ്റൗവിന്റെ ആ മെറ്റലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും, നോബ് പൊങ്ങി നിൽക്കും, അങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ ഈ ഇൻഡക്ഷൻ സ്റ്റൗവ് നമ്മൾ അങ്ങനെ കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ പൊങ്ങി നിൽക്കാനായിട്ടൊന്നുമില്ല. ഇപ്പൊ ഗ്രാനൈറ്റ് ഇട്ട ഒരു കിച്ചൺ കൗണ്ടർ ഒക്കെ ആണെങ്കിൽ ഇതുകൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാനില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇത് 2 സ്റ്റൗവിന്റെ ആണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിനൊക്കെ ഭയങ്കര കറണ്ട് ചാർജ് ആവുകയല്ലേ, ഇൻഡക്ഷൻ കുക്കർ തന്നെ യൂസ് ചെയ്തിട്ട് നല്ല കറണ്ട് ചാർജ് ആവുന്നുണ്ടെന്നൊക്കെ. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മിക്ക വീടുകളിലും സോളാർ എനർജി ഒക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സോളാർ എനർജി യൂസ് ചെയ്യുന്ന വീടുകളിൽ ഉപയോഗിക്കാൻ ഉള്ള ഒരു രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇത് 2 സ്റ്റൗവിന്റെ ഉണ്ട്, 3 എണ്ണത്തിന്റെ ഉണ്ട്, 4 എണ്ണത്തിന്റെ ഉണ്ട്. മാക്സിമം 4 എണ്ണം വരെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് 2 സ്റ്റൗവിന്റെ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് കിച്ചൺ കൗണ്ടറിൽ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി ഇങ്ങനെ ഇറക്കി വെച്ച് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതല്ല, ഇപ്പൊ അങ്ങനത്തെ വീടൊന്നും അല്ല, അങ്ങനെ കൗണ്ടർ ടോപ്പ് ഒന്നും കട്ട് ചെയ്യാത്ത വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വെറുതെ ഗ്യാസ് സ്റ്റൗ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സോളാർ എനർജി യൂസ് ചെയ്യുന്ന വീട്ടിൽ പിന്നെ ഗ്യാസിന്റെ ആവശ്യവും വരുന്നില്ല. ഗ്യാസിനൊക്കെ ദിനം പ്രതി വില കൂടുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റൗ ഉപയോഗിക്കുകയാണെങ്കിൽ സോളാർ എനർജിയിൽ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും, നമുക്ക് ഗ്യാസ് ഒഴിവാക്കുകയും ചെയ്യും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കുകയും ചെയ്യും. അപ്പൊ ഈ 2 സ്റ്റൗവിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു 3500 വാട്ട്സ് ആണ് വരുന്നത്. അപ്പൊ 3500 വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 2 അടുപ്പുകളാണ്. അതിൽ ഒരടുപ്പ് 1700 വാട്ട്സും, അതായത് മേളിലത്തെ അടുപ്പ് 1700 വാട്ട്സും താഴത്തേത് 1800 വാട്ട്സും, അങ്ങനെ 2 അടുപ്പ്, രണ്ടും കൂടെയാണ് 3500 വാട്ട്സ് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ടച്ച് ആണ്. പിന്നെ ഉള്ളത്, ഇതിന് ടൈമർ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതെല്ലാം ടച്ച് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, ഗ്രാനൈറ്റ് കിച്ചൺ ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഭംഗിയായിരിക്കും, ഒന്നും കാണാനില്ല. പക്ഷെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കൊരു പേടി തോന്നും, അയ്യോ അവര് വന്ന് തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ഓൺ ആവുകയല്ലേ, പ്രശ്നമാവുകയല്ലേ എന്ന്. പക്ഷെ നമുക്ക് ചൈൽഡ് ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ചൈൽഡ് ലോക്ക് ചെയ്തിടാം. അപ്പൊ പിള്ളേർ തൊട്ട് കഴിഞ്ഞാലും ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്, അതായത് സാധാരണ ഒരു നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിച്ചും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇൻഡക്ഷൻ ബേസ് ഉള്ള പാത്രങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഇതില് ലെവല് വരുന്നത്, ടെമ്പറേച്ചർ ലെവല് വരുന്നത് 1 to 9, 9 ലെവലിൽ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലിപ്പോ ഒരു ലോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫുഡൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്ന ഒരു സാധനം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ തണുപ്പൊന്ന് മാറണം, അങ്ങനെയൊക്കെയുള്ള ചെയ്യാനായിട്ട് ലെവൽ 1 എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളത് മീഡിയം ലെവലാണ്, അതായത് 2 മുതൽ 5 വരെയുള്ളത് മീഡിയം ലെവലായിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ പറ്റും, പാല് തിളപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്, സോസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലെവൽ 2 to 5 യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹൈ ലെവൽ എന്ന് പറയുന്നത് 6, 7, 8, ആ 3 എണ്ണമാണ് ഹൈ ലെവൽ എന്ന് പറയുന്നത്. ഈ ഹൈ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ചോറ് വെക്കാനും അങ്ങനെയുള്ള കുക്കിംഗ്, ഗ്രില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഹൈ ലെവൽ ഉപയോഗിക്കുന്നത്. പിന്നെ മാക്സിമം ലെവൽ എന്ന് പറയുന്നതാണ് 9. 9 നമുക്ക്
ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട്, അതായത് ഫ്രോസൺ പ്രോഡക്റ്റ് ഒക്കെയാണ് അത് ഡീപ് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടാണ് മാക്സിമം ലെവൽ ടെമ്പറേച്ചർ 9 എന്നുള്ള ഹൈ ലെവൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഗ്യാസ് ഭയങ്കര ലാഭമാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം ദിനം പ്രതി ഗ്യാസിൻ്റെ വിലയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസ് എടുത്ത് അടുത്ത മാസം എടുക്കുമ്പോഴത്തേക്കും പിന്നെയും വില കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സോളാർ എനർജി യൂസ് ചെയ്യുന്ന വീട്ടിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് ഗ്യാസ് ഉപേക്ഷിക്കാം. അതുപോലെ തന്നെ പുതിയ പുതിയ മോഡുലാർ കിച്ചണൊക്കെ വരുമ്പോഴത്തേക്കും ഇതുകൂട്ടൊരു പ്രോഡക്റ്റും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഐബെല്ലിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. 1 ഇയർ ആണ് കമ്പനി വാറണ്ടി തരുന്നത്. ഇതിൻ്റെ പവർ പ്ലഗ് വരുന്നത് 16 ആംപിയറിൻ്റെയാണ് പവർ പ്ലഗ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പവർ കൺസ്യൂമിങ് ആകാൻ വേണ്ടി നമ്മൾ അടിഭാഗം പരന്ന പാത്രങ്ങൾ യൂസ് ചെയ്യുക, ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് പവർ സേവിങ് ചെയ്യാനായിട്ട് പറ്റും. ഗ്യാസ് നമുക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കാനായിട്ടും പറ്റും. അങ്ങനെ അത്രയും നല്ലൊരു കിച്ചൺ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നത്. ഞാൻ നേരത്തെ ഫിലിപ്സിൻ്റെ ടോർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, ഓൺലൈനിലേക്കാളും വില കുറച്ചാണ് നമ്മുടെ ഷോപ്പിൽ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതെന്ന്. അന്ന് കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ടു, വെറുതെ തള്ളാതെ നിങ്ങൾ കാര്യം പറ, വില പറയാമെന്ന്. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് അത് നോക്കിയവർക്കും മേടിച്ചവർക്കും അറിയാം നമ്മൾ ഓൺലൈനേക്കാളും വില കുറച്ചാണ് ഇട്ടത്. അതുപോലെ തന്നെ അത് ഭയങ്കര ഹിറ്റായ ഒരു പ്രോഡക്റ്റാണ്. വാങ്ങിയവർ തന്നെ പിന്നെയും വാങ്ങുന്നു, അവർ പറഞ്ഞറിഞ്ഞ് വേറെ ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതും ഓൺലൈനിലേക്കാളും വില കുറവാണ് നമ്മുടെ ഷോപ്പിൽ. പിന്നെ ഞാൻ വില പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ പലരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, വില പറയുന്നില്ല, നിങ്ങൾ എന്താ വില പറയാത്തത്. നമുക്ക് അങ്ങനെ വില വിളിച്ച് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല വില. കാരണം അതൊരു ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇതേ പ്രോഡക്റ്റ് പല കടകളിലും വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് വില പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ് ബിസിനസ് രംഗത്ത്. അപ്പോൾ പ്രോഡക്റ്റിന്റെ വിലയും കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് പ്രോഡക്റ്റിന്റെ വില പബ്ലിക്കായിട്ട് പറയാത്തത്. ഈ കമന്റ് ഇടുന്നവർക്കൊന്നും അത് മനസ്സിലാവാത്തത് അവർ ബിസിനസ് നടത്തുന്നില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ പ്രോഡക്റ്റിന്റെ വില പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പം ഒരു സാധനം കണ്ട് അത് വാങ്ങാൻ താല്പര്യമുള്ളവർ അവർക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ അവരതിൻ്റെ വില അറിയും, ഡീറ്റെയിൽസ് അറിയും, ആവശ്യമുള്ളവർ വാങ്ങും. അപ്പോൾ അതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു അനുഭവം. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനേക്കാളും വില കുറച്ചാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഈ ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് അയച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ ഇതിന്റെ വില പറഞ്ഞില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും പിണങ്ങരുത് കേട്ടോ. അപ്പോൾ അതിന്റെ കാര്യം റീസൺ ഇതാണ്, പബ്ലിക്കായിട്ട് പറയാത്തതിന്റെ റീസൺ. അതേസമയം ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുകയാണ്, അത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വില പറയാം. കാരണം അത് മറ്റൊരിടത്തും അവൈലബിൾ അല്ല. ഇപ്പം തുണിക്കടകൾ നടത്തുന്നു, അല്ലെങ്കിൽ ബൊട്ടിക്ക് നടത്തുന്നു. അപ്പൊ അവരൊരു പ്രോഡക്റ്റ് പുതിയൊരു ഫാഷൻ ഇറക്കിയിട്ട് അതിന്റെ നിങ്ങളെ കാണിച്ചിട്ട് വില പറയുന്നു. കാരണം അവർക്കത് പറയാം, കാരണം അവരുടെ ബൊട്ടിക്കിന് മാത്രമേ ഉള്ളൂ ആ സാധനം. നമ്മൾ ഇത് അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ടർ തരുന്നതാണ്. ആ ഡിസ്ട്രിബ്യൂട്ടർ ഇതുപോലെ പല കടകളിലും ഈ പ്രോഡക്റ്റും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വില പറയാത്തത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.